തനിക്ക് ശേഷം പ്രളയം എന്ന് ഒരിക്കലും MT സങ്കല്പിച്ചിട്ടേയില്ല. തനിക്ക് പിന്നാലെ കടന്നു വരുന്നവർ താൻ വെട്ടിത്തെളിച്ച പാതകളിലൂടെ പുതിയ രാജരഥ്യകൾ സൃഷ്ടിച്ചെടുക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു എഴുത്തുകാരൻ തന്നെയാണ് MT. പക്ഷേ ഞാൻ നേരത്തെ മാധു പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം മാധു നേരത്തെ പറഞ്ഞിരുന്നു സ്കൂളായി പരിണമിച്ച ഒരു നാലുകെട്ടിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. 70കളുടെ അവസാനം ഒരു നാലുകെട്ടിൽ തന്നെ ഇരുന്നാണ് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഞാൻ ആദ്യമായി നാലുകെട്ട് വായിക്കുന്നത്. എനിക്ക് ചുറ്റും ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മകളിൽ എൻ്റെ കേൾവികളിൽ ഒക്കെ ഈ കഥാപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പറയുന്ന ഒരു കഥാസന്ദർഭങ്ങളും ഇപ്പോൾ അവിശ്വസനീയമാം വിധം തോന്നുന്ന കഥാസന്ദർഭങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ശൈല ടീച്ചർ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, അന്ന് വായിച്ചു തുടങ്ങുന്ന കൗമാരക്കാരിയായ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ കഥാസന്ദർഭങ്ങൾ എന്നെ തൊടുന്നതാണ്, എൻ്റെ ജീവിതാവസ്ഥകളെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നതാണ്, ഒരു കണ്ണാടി പോലെ എന്ന് ടീച്ചർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അത് തോന്നിയ തലമുറകൾ ഞാൻ 1890 പിറന്ന ഒരു മനുഷ്യന് പോലും MTയുടെ നാലുകെട്ട് വായിച്ചിട്ടുണ്ടാവും. ആ 2010 ജനിച്ചൊരു കുട്ടിയും നാലുകെട്ട് വായിച്ചിട്ടുണ്ടാകും. 5 പുരുഷായുസ്സുകളെ ആ വായനയിലൂടെ ചേർത്ത് പിടിക്കാൻ MTക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് MT ഓരോ പുതുമുകുളങ്ങളെയും തൊട്ടെടുക്കാൻ MTക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. MT പുതിയ എഴുത്തുകാർ തീർച്ചയായും മറ്റൊരു MT ഇനി തീർച്ചയായും ഉണ്ടാവില്ല. കാരണം ലോകം മാറിക്കഴിഞ്ഞു. നിർമാല്യം പറയുമ്പോൾ പറയാറുണ്ട്, ഇനിയൊരു വെളിച്ചപ്പാടുണ്ടാകുമോ, അത്തരമൊരു ചിത്രം ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്? ഈ കാലം അത്തരമൊരു ചിത്രം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അതിനെ വർത്തമാനകാലത്ത് ധീരതയുമായി ഒന്നുമല്ല കണക്കാക്കേണ്ടത്. ആ വിഗ്രഹം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം വിശേഷാൽ ഗ്രഹിക്കേണ്ടത് എന്നതാണ്. ആ വിഗ്രഹത്തിലേക്ക് കോമരം തുപ്പുമ്പോൾ 33 കോടി ദൈവങ്ങളും ഞെട്ടിത്തരിച്ച് നിന്നുപോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഏത് നിമിഷത്തിലും വലിയ സമഗ്രാധിപത്യത്തിന് നേരെ ഒരു മുഷ്ടി ചുരുട്ടുമ്പോൾ കോടിക്കണക്കിന് ദൈവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഞെട്ടിത്തെറിക്കുക തന്നെയാണ്. രമേശ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളെല്ലാം തേടിയെത്തിയിട്ടുണ്ട്. ജ്ഞാനപീഠത്തിൽ മലയാളത്തെ കുടിയിരുത്തിയ മഹാപ്രതിഭയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇതിനോടൊന്നും യാതൊരു തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളും ഉണ്ടായിരുന്നില്ല. MTയെ ബഹുമാനിക്കാത്തത് ആരുള്ളൂ എന്ന് കോവിലൻ ചോദിച്ചത് അവിടെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും.